blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. പാഷൻ വീക്ക് എപ്പിസോഡുകളാണ് ഈ ആഴ്ചയിൽ നിങ്ങൾ വാച്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യമേ തന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് താനയിൽ നിന്നുള്ള TK ഈപ്പനായും ചിന്നമ്മ ഈപ്പനായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇരുവരുടെയും ബർത്ത്ഡേ ഈ ദിവസങ്ങളിൽ നടക്കുന്നല്ലോ. 17-ാം തീയതി TK ഈപ്പൻ തൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ സകല നന്മകളും അനുഗ്രഹങ്ങളും തൻ്റെ മേൽ വന്ന് നിറയട്ടെ. ചിന്നമ്മ ഈപ്പൻ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നിൻ്റെ മകളുടെ മേൽ വലിയ അനുഗ്രഹങ്ങളെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബിൽഡറുടെ കയ്യിൽ നിന്ന് ലഭിക്കുവാനുള്ള പണം എത്രയും വേഗം ഈ കുടുംബത്തിലേക്ക് വന്ന് ചേരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചിന്നമ്മ ഈപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് പൂർണ്ണമായ ആരോഗ്യവും അതുപോലെ രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യവും കർത്താവെ നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 4 മക്കൾക്കും കർത്താവ് അവർക്ക് കൊടുത്ത 10 കൊച്ചുമക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരെയും ആരോഗ്യത്തിലും കർത്താവെ പൂർണ്ണമായ അനുഗ്രഹങ്ങളിലും അങ്ങ് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതോടൊപ്പം കർത്താവെ, സുധീഷിനും അൽഫോൺസിക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവരുടെ വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ കർത്താവെ, ദാമ്പത്യ ജീവിതത്തെ സകല അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, പുതുതായി അവർ വാങ്ങിയ സ്ഥലത്ത് അവരുടെ ഭവനത്തിൻ്റെ പണികൾ തുടങ്ങുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബിസിനസ് ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ. മകൻ അമലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10th ബോർഡ് എക്സാമിൽ ഏറ്റവും നല്ല ഒരു റിസൾട്ട് അങ്ങ് കൊടുക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കുടുംബത്തെ തിരുനാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. TK ഈപ്പനും ചിന്നമ്മ ഈപ്പനും പ്രത്യേകിച്ച് ജന്മദിന ആശംസകൾ. അതുപോലെ സുധീഷിനും അൽഫോൺസയ്ക്കും പ്രത്യേകിച്ച് വിവാഹ ദിന ആശംസകൾ. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ പാഷൻ വീക്കിൽ ഓരോ ദിവസവും അതിനോടനുബന്ധിച്ചുള്ള ചില സന്ദേശങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരാഴ്ചയിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുവിൻ്റെ ജീവിതത്തിൽ പലസ്തീനിലൊക്കെ എന്ത് സംഭവിച്ചു അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ചില വർഷങ്ങൾക്ക് മുമ്പ് ബ്ലെസ്സിങ് ടുഡേയിലൂടെ തന്നെ നൽകപ്പെട്ട ചില സന്ദേശങ്ങളുടെ റീടെലികാസ്റ്റ് കൂടിയാണിത്. അന്ന് ഒരുപക്ഷെ ഇതെല്ലാം എഴുതിയെടുത്തവരുടെ നോട്ട്സ് കയ്യിലുണ്ടായിരിക്കും. അതൊന്ന് റിവൈസ് ചെയ്യുക. എന്നാൽ അനേകരും ആദ്യമായിട്ടായിരിക്കും ഈ സന്ദേശം കേൾക്കാൻ പോകുന്നത്. അവർ തീർച്ചയായും നിങ്ങൾ സെർമൺ നോട്ട് കീപ്പറോ നിങ്ങൾ ഏതെങ്കിലും ഒരു നോട്ട്ബുക്കോ എടുത്ത് അതിൽ കൃത്യമായി കേൾക്കുന്ന കാര്യങ്ങൾ എഴുതാമെങ്കിൽ വളരെ നല്ല ഒരു പിക്ചർ, ഒരു ബിഗ് പിക്ചർ, ഈ പാഷൻ വീക്കിൽ എന്ത് നടന്നു, യേശു നമുക്ക് എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് നമുക്ക് ലഭിക്കും. നമുക്ക് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകാം. രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ തിങ്കളാഴ്ച എന്ത് സംഭവിച്ചു? എന്നാൽ അതിനു മുൻപ്, ചില ദിവസങ്ങൾക്ക് മുൻപ് എന്ത് സംഭവിച്ചു എന്ന് ഉള്ള പശ്ചാത്തലം അറിഞ്ഞെങ്കിൽ മാത്രമേ ഇന്ന് മുതലുള്ള എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യേശു പെസഹയ്ക്ക് 6 ദിവസങ്ങൾക്ക് മുൻപ് ബഥാന്യ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. എന്ന് വെച്ചാൽ അടുത്ത വ്യാഴാഴ്ചയാണ് പെസഹയെങ്കിൽ ഇത് അതിനു മുൻപുള്ള വെള്ളിയാഴ്ച യേശു ബഥാന്യയിൽ, ജെറുസലേമിനടുത്തുള്ള ബഥാന്യയിൽ എത്തി. വെള്ളിയാഴ്ച ദിവസം യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ബഥാന്യയിൽ
ഒരു പക്ഷേ ഞാൻ ഊഹിക്കുന്നത് ലാസറുടെയും മാർത്തയുടെയും മറിയുടെയും ഭവനത്തിലായിരിക്കാം അവർ താമസിച്ചത്. മറ്റു പല ഭവനങ്ങളും തന്നോടനുബന്ധിച്ച് തനിക്ക് പരിചയമുള്ള ഭവനങ്ങളുണ്ടായിരുന്നു. അവിടെ ഏതെങ്കിലും ഒരു ഭവനത്തിൽ അവൻ പാർത്തുകയാണ്. ശനിയാഴ്ച ശബത്താണ്. ശബത്തിൽ സാധാരണ താൻ ചെയ്തു വന്നിരുന്നത് പോലെ ഒന്നുകിൽ സിനഗോഗിൽ പോയി കാണും. സാധാരണ എല്ലാ യഹൂദന്മാരും ആചരിക്കുന്നത് പോലെ യേശു ശബത്ത് ആചരിച്ചു. എന്നാൽ അതിൻ്റെ പിറ്റേ ദിവസം ഞായറാഴ്ച അഥവാ ഇന്നലെ ഒലിവ് മലയിൽ നിന്നും തൻ്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. ഒരു പട്ടണത്തിലേക്ക് അയച്ച് ഒരു കഴുതയെയും അതിൻ്റെ കുട്ടിയെയും കൊണ്ടുവരുവാൻ പറയുന്നു. കഴുതയുടെ മുകളിൽ കയറിയ യേശു ആ പട്ടണം മുഴുവൻ ഇളകി വരുന്ന വലിയ ജനത്തിൻ്റെ ആർപ്പോടുകൂടെ ഹോസന്ന ഹോസന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന വലിയ ആർപ്പ് വിളികളോടുകൂടെ ജെറുസലേം നഗരത്തിലേക്ക്, അതിൻ്റെ കിഴക്കേ വാതിലൂടെ, ജെറുസലേം നഗരത്തിൻ്റെ മതിലിൻ്റെ കിഴക്കേ ഭാഗത്തുള്ള സുവർണവാതിലൂടെ അവൻ അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇങ്ങനെ വലിയ ജനക്കൂട്ടത്തിൻ്റെ അകമ്പടിയോടുകൂടെ, ജനക്കൂട്ടത്തിൻ്റെ ആർപ്പോടുകൂടെ, വരവേൽപ്പോടുകൂടെ യേശു ജെറുസലേം പട്ടണത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ജെറുസലേം പട്ടണത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച യേശു അന്ന് ദേവാലയത്തിനകത്തേക്ക് ചെന്നു. ആ ദേവാലയത്തിൻ്റെ അകവും പുറവും ചുറ്റുപാടുകളും എല്ലാം വീക്ഷിച്ച ശേഷം അന്ന് യേശു ബഥാന്യയിലേക്ക് തന്നെ മടങ്ങി. ബഥാന്യയിൽ അന്ന് രാത്രി അവൻ പാർത്തു. ഇത്രയും സംഭവങ്ങളാണ് വെള്ളി, ശനി, ഞായർ 3 ദിവസങ്ങളിലായി നടക്കുന്നത്. ഇനി നമുക്ക് ഈ ദിവസം, ഈ തിങ്കളാഴ്ച ദിവസം 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ജീവിച്ചിരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, യേശു രാത്രിയിൽ ഉറങ്ങിയത് ബഥാന്യയിലാണ്. അതിരാവിലെ തൻ്റെ ശിഷ്യന്മാരുമായി താൻ എഴുന്നേറ്റ് താൻ ജെറുസലേമിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇന്നലെ ജെറുസലേമിലായിരുന്നു. ജെറുസലേമിലേക്ക് താൻ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒരു സംഭവമുണ്ടായി. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ആ ഭാഗം നമുക്കൊന്ന് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ. അടുത്ത ദിവസം അവൻ ബഥാന്യ വിട്ട് പോരുമ്പോൾ, തിങ്കളാഴ്ച രാവിലെ ബഥാന്യ വിട്ട് ജെറുസലേമിലേക്ക് പോകുമ്പോൾ യേശുവിന് വിശന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി, തനിക്ക് വിശന്നു. ഇലകൾ നിറഞ്ഞ ഒരു അത്തിമരം ദൂരെ കണ്ടിട്ട് അദ്ദേഹം അതിൽ ഫലം വല്ലതുമുണ്ടോ എന്ന് നോക്കുവാൻ ചെന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാണ്. തനിക്ക് വിശന്നപ്പോൾ ഒരു അത്തിവൃക്ഷത്തിൻ്റെ അരികിൽ ചെന്ന് ആ അത്തിയിൽ നിന്നും അല്പം അത്തിപ്പഴം പറിച്ച് കഴിക്കുവാൻ താൻ ആഗ്രഹിച്ച് അവിടെ ചെന്നു. എന്നാൽ അതിൻ്റെ അടുത്തെത്തിയപ്പോൾ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. താൻ സൃഷ്ടിച്ച ഒരു അത്തിമരത്തിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ വിശപ്പടക്കുവാൻ താൻ അത്തിപ്പഴം ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലം ആയിരുന്നില്ല, അതിൻ്റെ സീസണും അല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ മരത്തോട്, നിന്നിൽ നിന്ന് ആരും ഇനിമേൽ ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നത് ശിഷ്യന്മാർ കേട്ടു. ഓക്കെ, യേശു ആ അത്തിമരത്തെ, ഫലമില്ലാത്ത അത്തിമരത്തെ യേശു അന്ന് ശപിച്ചു. ശപിക്കുന്നത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ശിഷ്യന്മാരും കേട്ടു. അതിനുശേഷം അവർ തുടർന്ന് ആ യാത്ര, ജെറുസലേമിലേക്കുള്ള അവരുടെ യാത്ര തുടർന്നു. യേശു ജെറുസലേമിലെത്തി നേരെ ചെല്ലുന്നത് ദേവാലയത്തിലേക്കാണ്. ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ച് ഒരു പ്രത്യേക സംഭവമുണ്ടായി. അത് നമുക്ക് മത്തായി എഴുതിയ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ വായിക്കാം. ബൈബിൾ തുറന്ന് നോക്കിയാലും മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് സംഭവിക്കുന്നത് തിങ്കളാഴ്ച ദിവസമാണ്, 2000 വർഷങ്ങൾക്ക് മുൻപ്. യേശു ദേവാലയത്തിൽ കടന്നു. അവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സകലരെയും പുറത്താക്കി. നാണയമാറ്റം നടത്തിക്കൊണ്ടിരുന്നവരുടെ മേശകളെയും
പ്രാവുകളെ വിൽക്കുന്നവരുടെ ഇരിപ്പിടങ്ങളെയും അദ്ദേഹം മറിച്ചിട്ടു. ഇതുവരെ ഇല്ലാത്തൊരു മുഖം യേശുവിൽ കാണുകയാണ്. യേശു ഹി വാസ് ഫിൽഡ് വിത്ത് എ ഹോളി ആങ്കർ. വിശുദ്ധമായൊരു കോപത്തിൽ താൻ നിറഞ്ഞിരിക്കുക. താൻ അകത്തേക്ക് ചെല്ലുന്നതും ദേവാലയത്തിനകത്ത്, പ്രത്യേകിച്ച് ദ കോർട്ട് ഓഫ് ദ ജെൻറ്റൈൽസ് എന്നറിയപ്പെടുന്നൊരു ഭാഗമുണ്ട്. ജാതികൾക്ക് പ്രവേശനമുള്ള ഒരു പ്രാകാരം. ആ പ്രാകാരത്തിൽ ചെന്നപ്പോൾ ദേവാലയത്തിനകത്ത് താൻ കാണുന്നത് ഒത്തിരി കച്ചവടക്കാരെയാണ്. കച്ചവടക്കാരെ താൻ കണ്ടു. നാണയങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന, എന്ന് വെച്ചാൽ ജാതികളുടെ നാണയങ്ങൾ വാങ്ങി യഹൂദന്മാരുടെ ഷെക്കേൽ നൽകുന്ന നാണയ കൈമാറ്റം നടത്തുന്ന ഒത്തിരി കച്ചവടക്കാരുടെ കൗണ്ടറുകൾ. അതുകൂടാതെ പ്രാവുകളെ യാഗം കഴിക്കുവാനുള്ള പലതിനെയും വിൽക്കുന്ന ഒത്തിരി കച്ചവടക്കാർ ദേവാലയത്തിൻ്റെ അകത്ത്, പ്രാകാരത്തിൻ്റെ അകത്ത് അവർ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യേശു പെട്ടെന്ന് വലിയ രോഷാകുലനായി അവിടെ ചെന്ന് അവരെയെല്ലാം ഓടിച്ചു കളയുകയും മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ ഇരിപ്പിടങ്ങളെയും അദ്ദേഹം മറിച്ചിട്ടു. അദ്ദേഹം അവരോട്, എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കൊള്ളക്കാരുടെ ഗുഹ ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹി വാസ് സോ ഇൻഡിഗ്നന്റ്. അടുത്ത വാക്യം ശ്രദ്ധിച്ച് കേൾക്കുക. അന്ധരും മുടന്തരും ദേവാലയത്തിൽ യേശുവിൻ്റെ അടുക്കൽ വന്നു. നോക്കൂ, ഇതുവരെ കച്ചവട കണ്ണുകളോടുകൂടെ ലാഭമുണ്ടാക്കുവാൻ വേണ്ടി ദ്രവ്യാഗ്രഹത്തോടുകൂടി ഇരുന്ന ഒരു കൂട്ടം ബിസിനസ്സുകാരായിരുന്നെങ്കിൽ അവരെല്ലാം ദേവാലയത്തിനകത്ത് നിന്നും ഓടിച്ച് പുറത്താക്കി ആ ദേവാലയം ശുദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ, ദിസ് ഇസ് എ സെക്കൻഡ് ടൈം ഹി ഈസ് ക്ലെൻസിങ് ദ ടെമ്പിൾ. ശുശ്രൂഷയുടെ ആരംഭത്തിൽ യേശു ഒരു പ്രാവശ്യം ശുദ്ധീകരിച്ചതാണ്. ഇപ്പോൾ ശുശ്രൂഷയുടെ അവസാനം കർത്താവ് ഒരിക്കൽ കൂടെ ശുദ്ധീകരിക്കുന്നു. കച്ചവടക്കാരെ മുഴുവൻ പുറത്താക്കി കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് അടുത്തത് നമ്മൾ കാണുന്നത് അന്ധരും മുടന്തരും ദേവാലയത്തിൽ യേശുവിൻ്റെ അടുക്കൽ വന്നു. കുറേയധികം ബ്ലൈൻഡ് പീപ്പിൾ, കുറേയധികം ലെയിം പീപ്പിൾ, അവരെല്ലാം യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്നു. ദേവാലയത്തിനകത്ത് അദ്ദേഹം അവരെ സൗഖ്യമാക്കി. അവിടെ ഒരു ഹീലിംഗ് മിനിസ്ട്രി നടക്കുകയാണ്. എന്നാൽ മുഖ്യ പുരോഹിതന്മാരും വേദജ്ഞരും അദ്ദേഹം ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രന് ഹോസന്ന എന്ന ദേവാലയത്തിൽ ആർത്ത് വിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ കോപാകുലരായി തീർന്നു. അന്ധന്മാരും മുടന്തന്മാരും യേശുവിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യമായി കഴിഞ്ഞപ്പോൾ കുറേയധികം കുട്ടികൾ ഓടിക്കൂടി യേശുവിൻ്റെ ചുറ്റും നിന്ന് യേശുവിനെ ആരാധിക്കാൻ തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് പ്രൈസിങ് ആൻഡ് വർഷിപ്പിംഗ് ഹിം. കുറേയധികം കുട്ടികളുടെ ഒരു വലിയ കൂട്ടം. അവർ ഉറക്കെ വിളിച്ചത്, ദാവീദ് പുത്രന് ഹോസന്ന, ദാവീദ് പുത്രന് ഹോസന്ന, ഹോസന്ന ടു ദ സൺ ഓഫ് ഡേവിഡ്. അവർ ഉറക്കെ വിളിക്കുകയാണ്. ഇതെല്ലാം മുഖ്യ പുരോഹിതന്മാരും വേദജ്ഞരുമെല്ലാം കണ്ടു. അവർ വലിയ കോപാകുലരായി മാറി. അവർ അദ്ദേഹത്തോട്, ഈ കുട്ടികൾ വിളിച്ചു പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉവ്വ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നിന്ന് അവിടുന്ന് സ്തുതി ഒരുക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് യേശു ചോദിച്ചു. അനന്തരം അദ്ദേഹം അവരെ വിട്ട് നഗരത്തിന് പുറത്ത് ബഥാനിയിലേക്ക് പോയി രാത്രി അവിടെ പാർത്തു. ഈ ദേവാലയ ശുദ്ധീകരണം കഴിഞ്ഞ ശേഷം യേശു തിരിച്ച് വീണ്ടും ബഥാനിയിലേക്ക് പോവുകയാണ്. അന്ന് രാത്രിയിലും തിങ്കളാഴ്ച രാത്രിയിലും, ഓർക്കുക, വെള്ളിയാഴ്ച ആണ് ബഥാനിയിൽ യേശു വന്നത്. ഇടയ്ക്കിടയ്ക്ക് അവൻ നഗരത്തിലേക്ക് വരുന്നു, ജെറുസലേമിലേക്ക് വരുന്നു, ദേവാലയത്തിൽ വരുന്നു. ഇതെല്ലാം ചെയ്ത ശേഷം അവൻ വീണ്ടും ബഥാനിയിലേക്ക് മടങ്ങിപ്പോകുന്നു. നോക്കൂ, ഈ തിങ്കളാഴ്ച യേശു ചെയ്യുന്ന രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. രണ്ട്, ദേവാലയത്തെ യേശു ശുദ്ധീകരിക്കുന്നു. ദേവാലയം എന്ന് പറയുമ്പോൾ അന്ന് ഹെരോദാവ് രാജാവ് അനേക വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ തങ്കം പൊതിഞ്ഞ അതിമനോഹരമായ ഒരാലയമാണ്. എന്നാൽ ഇന്ന് ദേവാലയം എന്ന് പറയുന്നത് ഒരിക്കലും കല്ലുകൊണ്ടോ മണ്ണ് കൊണ്ടോ കോൺക്രീറ്റ് കൊണ്ടോ മരം കൊണ്ടോ ഗ്ലാസ് കൊണ്ടോ സ്റ്റീൽ കൊണ്ടോ സ്വർണം കൊണ്ടോ ഉണ്ടാക്കിയ ബിൽഡിംഗ് അല്ല. 1 കൊരിന്ത്യർ 3-16 വാക്യം പറയുന്ന നമ്മുടെ ശരീരമത്രേ ദൈവത്തിൻ്റെ ആലയം. 1 തിമോത്തിയോസ് 3-15 വാക്യം പറയുന്ന സഭ
അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടായ്മയെ ആണ് ദേവാലയം എന്ന് വിളിക്കുന്നത്. സോ ഇന്ന് പുതിയ നിയമത്തിൽ ദേവാലയം എന്ന് പറയുമ്പോൾ 2 ആസ്പെക്റ്റുകളാണുള്ളത്. ഒന്ന്, ഓരോ വ്യക്തികളുടെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലയമായി ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇന്നത്തെ ദേവാലയം മനുഷ്യ ശരീരങ്ങളാണ്. 2, ഇതുപോലുള്ള വ്യക്തികൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ കൂട്ടത്തെയും ദേവാലയം എന്ന് നമ്മൾ വിളിക്കുന്നു. സോ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ന്യൂ ടെസ്റ്റ്മെൻറ്റിലെ അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ, നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ ഹൃദയത്തെ, നമ്മെ നാം വിശുദ്ധീകരിക്കണം. 2, സഭയ്ക്കകത്ത് വിശുദ്ധീകരണം ഉണ്ടായിരിക്കണം. അതുകൂടാതെ ഈ ദേവാലയ ശുദ്ധീകരണം നടക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. നമ്പർ 1, ജീസസ് ക്ലെൻസ്ഡ് ദി അറ്റ്മോസ്ഫിയർ ഓഫ് ദ ടെമ്പിൾ. ദേവാലയത്തിൻ്റെ അന്തരീക്ഷം അവൻ ശുദ്ധീകരിച്ചു. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവം വസിക്കണമോ, ദൈവത്തിൻ്റെ ആലയമായി തന്നെ നിലനിൽക്കണമോ, അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം. നമ്പർ 2, ഹീ പ്രൊക്ലെയിംഡ് ദ ഒറിജിനൽ പർപ്പസ് ഓഫ് ദ ടെമ്പിൾ. ദേവാലയത്തിൻ്റെ ഉദ്ദേശം എന്താണ്? കർത്താവ് പറയുന്നു, അത് കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റുവാനുള്ളതല്ല, അശുദ്ധി കൊണ്ട് നിറയ്ക്കുവാനുള്ളതല്ല, ദ്രവ്യാഗ്രഹം കൊണ്ട് നിറയ്ക്കുവാനുള്ളതല്ല. ദേവാലയത്തിൻ്റെ ഉദ്ദേശം ഇറ്റ് ഷാൽ ബി കോൾഡ് ദ ഹൗസ് ഓഫ് പ്രേയർ. അത് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. സോ എന്തിൻ്റെയും ഒറിജിനൽ പേർപ്പസ് അറിഞ്ഞെങ്കിൽ മാത്രമേ അതുകൊണ്ടുള്ള ഉദ്ദേശം നിറവേറ്റപ്പെടുകയുള്ളൂ. യേശു അവിടെ ചെയ്യുന്നത് യഥാർത്ഥ പേർപ്പസിലേക്ക് ദേവാലയത്തെ മടക്കിക്കൊണ്ടുവരുന്നു. ഒറിജിനൽ പേർപ്പസിലേക്ക് വന്നപ്പോൾ നമ്പർ 3, ജീസസ് റെസ്റ്റോർഡ് ദ ഹീലിംഗ് അറ്റ്മോസ്ഫിയർ ഇൻ ദ ടെമ്പിൾ. രോഗസൗഖ്യം നടക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ദേവാലയം തിരിച്ചു വന്നു. കുരുടന്മാരും മുടന്തന്മാരും എല്ലാം യേശുവിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യമായി. അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്നത് ദ പ്രൈസ് ആൻഡ് വർഷിപ്പ് ആംബിയൻസ് വാസ് റെസ്റ്റോർഡ്. കുഞ്ഞുങ്ങളും നിഷ്കളങ്ക ഹൃദയമുള്ളവരും ഓടി വന്ന് ആരാധിക്കാൻ തുടങ്ങി. സോ നമ്മുടെ അകത്ത് അല്ലെങ്കിൽ സഭയിൽ ആരാധനയുടെ അന്തരീക്ഷം, പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉണ്ടാകണമെങ്കിൽ ശുദ്ധീകരണം നടക്കണം. രോഗസൗഖ്യത്തിൻ്റെ അന്തരീക്ഷം തിരിച്ചു വരണം. അപ്പോഴാണ് പ്രൈസ്, വർഷിപ്പ്, താങ്ക്സ് ഗിവിങ് ഇതെല്ലാം ദൈവത്തിന് അർപ്പിക്കപ്പെടുന്നത്. ഇവിടെ എനിക്കൊരു സന്ദേശം നിങ്ങളോട് പറയാനുണ്ട്. എനി അറ്റ്മോസ്ഫിയർ ക്യാൻ ബി ചേഞ്ച്ഡ്. നിങ്ങളുടെ വീടിൻ്റെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ, നിങ്ങളുടെ സഭയുടെ, നിങ്ങളുടെ പള്ളിയുടെ, നിങ്ങളുടെ കൂട്ടായ്മയുടെ ഏതൊരു അവസ്ഥയും ഏതൊരു അന്തരീക്ഷവും നമുക്ക് മാറ്റിമറിക്കാൻ കഴിയും. ഒരു പ്രിൻസിപ്പിൾ ഇവിടെ ഉള്ളത്. യേശു ചെയ്തതെന്താണ്? യേശു അവിടേക്ക് ചെല്ലുന്നു. 1, ശുദ്ധീകരണം നടത്തുന്നു. 2, എന്തിനു വേണ്ടിയാണോ ഇത് സ്ഥാപിക്കപ്പെട്ടത്, ആ ഒറിജിനൽ പേർപ്പസ് താൻ സംസാരിക്കുന്നു. ജീസസ് സ്റ്റാർട്ടഡ് പ്രൊഫസൈയിങ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ. ദ മിറക്കിൾ ഈസ് ഇൻ യുവർ മൗത്ത്. നമ്മുടെ വായിലാണ് അത്ഭുതം ഇരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപക്ഷെ ഐക്യതയില്ലായിരിക്കാം, കലഹമായിരിക്കാം, പ്രശ്നമായിരിക്കാം, സമാധാനമില്ലായിരിക്കാം, പ്രാർത്ഥനയില്ലായിരിക്കാം, മദ്യപാനികളായിരിക്കാം. പക്ഷേ വായി തുറന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, അതിൻ്റെ പേർപ്പസ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അന്തരീക്ഷം മാറാൻ തുടങ്ങും. അവിടെ മിറക്കിൾ സംഭവിക്കാൻ തുടങ്ങും. എന്ന് മാത്രമല്ല, ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പ്രവചിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ വീട്ടിൽ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത വ്യക്തികളുണ്ടെങ്കിൽ പറയണം, നോ, ഹീ വിൽ സെർവ് ദ ലോർഡ്, ഷീ വിൽ സെർവ് ദ ലോർഡ്. അവൻ യേശുവിനെ ആരാധിക്കും, സേവിക്കും എന്നുള്ളത് പറയാൻ തുടങ്ങുമ്പോൾ, വായ് കൊണ്ട് നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ അന്തരീക്ഷം മാറാൻ തുടങ്ങും. യേശുവിനെ ക്രൂശിൽ തൂക്കിക്കിടത്തിയത് നാം തറച്ച ആണികളല്ല, പകരം നമ്മോടുള്ള സ്നേഹമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ചെയ്ത ആ ത്യാഗത്തെ ഓർക്കുവാൻ ഗുഡ് ഫ്രൈഡേ സർവീസ് ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484 422 111. വിശ്വസിക്കുമെങ്കിൽ
ഇന്ന് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യും. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ പല സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ അതിൽ പങ്കെടുക്കുവാനായി യാത്ര ചെയ്യുമ്പോൾ അവിടെ വന്നു ചേരുന്ന അനേകർ, ഒത്തിരി ദൂരെ നിന്നൊക്കെ പലരും വന്നിട്ട് അവർ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ, കോരിത്തെരിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ പറയുമ്പോൾ, ഓരോരുത്തരുടെയും വേദനകൾ കണ്ട് വർഷങ്ങളായി അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ യേശു മനസ്സലിഞ്ഞ് വിടുവിച്ച ആ സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ കേട്ട് ഞങ്ങളുടെ അകത്തും ഭയങ്കരമായ ഒരു വലിയ വിശ്വാസവും ധൈര്യവും ലഭിക്കാറുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് രോഗികളുടെ മേൽ കർത്താവെ നിൻ്റെ കരം അങ്ങ് വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരാഴ്ചയിൽ അങ്ങ് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. ഇപ്പോൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ രോഗസൗഖ്യങ്ങൾ ഓരോ ശരീരങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്തത്തോട് അനുബന്ധിച്ചുള്ള ചില രോഗങ്ങൾ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് WBCയുടെ കുറവ് മൂലം പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികളിൽ ദൈവിക രോഗസൗഖ്യം ഇപ്പോൾ ഉണ്ടാകുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ട്യൂമറുകൾ മാറട്ടെ. ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ നട്ടലിൻ്റെ ഏതാണ്ട് താഴെ ഭാഗത്തായി ഏകദേശം അവസാനത്തെ ഡിസ്കുകളിൽ അതിഭയങ്കരമായ ഡാമേജുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. ഞാൻ ഈ പറയുന്ന സമയത്ത് തന്നെ ആ ഭാഗത്ത് എന്തോ ഒരു പ്രത്യേക അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്തോ ഒന്ന് ഒരു 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 ഫീലിംഗ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ചൂട് പോലെ ആകാം, അതല്ലെങ്കിൽ എന്തോ ഒന്ന് അവിടെ മൂവ് ചെയ്യുന്നത് പോലെ. യേശുവിൻ്റെ നാമത്തിൽ അതൊരു സമ്പൂർണ്ണ സൗഖ്യമായിരിക്കട്ടെ. താങ്ക് യു ലോർഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. തലച്ചോറിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അതുപോലെ ഡയബറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹെർണിയ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അലർജികൾ മാറട്ടെ. വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ മനസ്സലിവ് പലരുടെ അകത്തേക്കും റീച്ച് ഔട്ട് ചെയ്ത് ഇന്ന് വലിയ വിടുതലുകൾ നൽകുന്നത് ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് കണ്ണിന് ഗ്ലൂക്കോമ പോലെയുള്ള രോഗങ്ങൾ വന്ന് പ്രയാസം അനുഭവിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഈ ദൈവിക വിടുതലുകൾക്കായി നന്ദി പറയുന്നു. കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളാലും നിറച്ചതിനാൽ നന്ദി. നിങ്ങളുടെ രോഗമോ പ്രത്യേകിച്ചുള്ള വിവരങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞില്ലെങ്കിലും ഈ TV സ്ക്രീനിൽ കൈനീട്ടി വിശ്വസിച്ച് ഇപ്പോൾ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എന്താണോ അവർ പ്രാർത്ഥിക്കുന്നത് കർത്താവെ നീ കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിൽ നമുക്ക് ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ ഇല്ല, എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ചിലത് നടക്കുകയാണ്. ഈ വെള്ളിയാഴ്ച നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും രാവിലെ 10 മണി മുതൽ പ്രത്യേകമായ ഗുഡ് ഫ്രൈഡേ സർവീസ് ഉണ്ടായിരിക്കും. ഗുഡ് ഫ്രൈഡേ ദിവസം ഒരു പൊതു അവധി ദിവസമാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് വരിക. അന്നത്തെ ദിവസം യേശു നമുക്ക് വേണ്ടി ചെയ്ത ആ ചരിത്ര സംഭവത്തെ ഓർക്കാനും, ചുമ്മാ ഓർക്കാനല്ല, അതൊന്ന് ആചരിക്കാൻ വേണ്ടിയിട്ടുമല്ല, യേശുവിൽ നിന്നും ചിലത് പ്രാപിക്കാനും യേശുവിനായി ചില തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഇടയാകുന്ന ദിവസമായിരിക്കും. സോ യു ആർ ഓൾ വെൽക്കം ടു ദ ഗുഡ് ഫ്രൈഡേ സർവീസ്. എന്ന് മാത്രമല്ല, സൺഡേ വി ആർ ഗോയിങ് ടു ഹാവ് എ വെരി സ്പെഷ്യൽ ഈസ്റ്റർ സർവീസ്. അതിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ബ്ലെസ്സിങ് ടുഡേ ടെലികാസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ഈ സന്ദേശത്തിൻ്റെ തുടർച്ച ബുധനാഴ്ച നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ കഴിയും. ബുധനാഴ്ച നമുക്ക് വീണ്ടും കാണാം. God bless you. Bye-bye.
ഹെഡ്ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: അന്യജാതിക്കാരായ രാജാക്കന്മാരുടെ നേതാവാര്? Who was the leader of many heathen kings? Options: A. Yabin, B. Shishak, C. Sihon, D. Oga. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4 222 111 0484 422 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.